ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ചാപ്റ്റർ 3 അതുപോലെ +1 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിൻ്റെ ചാപ്റ്റർ 10 ആയിട്ട് വരുന്ന ഫങ്ഷൻസ് എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിലെ ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, ഒപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോക്കാൻ പോകുന്നത് ഫങ്ഷൻ ഡെഫിനിഷൻ ബിഫോർ മെയിൻ ആൻഡ് ഫങ്ഷൻ ഡെഫിനിഷൻ ആഫ്റ്റർ മെയിൻ. അതായത് നമുക്ക് ഫങ്ഷൻ ഡെഫിനിഷൻ രണ്ട് രീതിയിൽ എഴുതാം. ആദ്യം മെയിൻ ഫങ്ഷൻ്റെ മുൻപ് എഴുതാം. അതായത് ഇവിടെ ഇൻഡ് സം രണ്ട് നമ്പേഴ്സിൻ്റെ സം കാണുന്നതിനുള്ളൊരു പ്രോഗ്രാമാണ് എഴുതിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ ഫങ്ഷൻ. ഈ മെയിൻ ഫങ്ഷൻ്റെ മുൻപിലായിട്ടാണ് ഫങ്ഷൻ ഡെഫിനിഷൻ നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അതേസമയം ഈ ഒരു ഭാഗം നോക്കൂ, ഇവിടെ നമ്മുടെ മെയിൻ ഫങ്ഷൻ എഴുതി. ആ മെയിൻ ഫങ്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സം എന്ന് പറയുന്ന യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ ഡിഫൈൻ ചെയ്തത്. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്? ഈ ആദ്യത്തെ രീതിയിൽ നമ്മൾ പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ ഡയറക്റ്റ്ലി രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണോ അത് റീഡ് ചെയ്യും, അതിനുശേഷം ആ രണ്ട് നമ്പേഴ്സിൻ്റെ സം നമുക്ക് കിട്ടും. അതേസമയം രണ്ടാമത്തെ മെത്തേഡിൽ അത് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? കമ്പൈലറിന് തന്നെ ഒരു ഡൗട്ട് ആവും. കാരണം റിസൾട്ട് ഈക്വൽ ടു സം ഓഫ് എ ബി എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട്, പക്ഷേ സം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതായത് നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഇവിടെ എഴുതിയത് മെയിൻ ഫംഗ്ഷന് ശേഷമാണ് എഴുതിയത്. നമുക്കറിയാം, ഒരു എക്സിക്യൂഷൻ എപ്പോഴും ബിഗിൻ ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷൻ്റെ അകത്താണ്. അപ്പോൾ മെയിൻ ഫംഗ്ഷനിൽ അങ്ങനെ ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്, പക്ഷേ ആ ഫംഗ്ഷൻ ആ സമയത്ത് അവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു എറർ വരും. സം വാസ് നോട്ട് ഡിക്ലെയർഡ് ഇൻ ദിസ് സ്കോപ്പ്. സം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ സ്കോപ്പിൽ ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതായത് ഫംഗ്ഷൻ ഡെഫിനിഷൻ മെയിൻ ഫംഗ്ഷന് ശേഷമാണ് എഴുതുന്നതെങ്കിൽ ഈ ഒരു രീതിയിലാണ് നമുക്ക് അവിടെ റിസൾട്ട് ലഭിക്കുന്നത്, അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എറേഴ്സ് ലഭിക്കും. ഈ ഒരു ഫംഗ്ഷൻ ഡെഫിനിഷൻ എപ്പോഴും മെയിൻ ഫംഗ്ഷന് മുൻപ് എഴുതുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ല എങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് എഴുതാം. എങ്ങനെയാണ്? അതായത് ഇവിടെ സം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്, അത് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതായത് കമ്പൈലറിനെ സംബന്ധിച്ച് ഈ ഒരു സ്റ്റെപ്പിൽ എത്തുമ്പോൾ നിങ്ങൾ എഴുതിയ സം എന്ന് പറയുന്ന ഫംഗ്ഷൻ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സം എന്ന് പറയുന്ന ഫംഗ്ഷൻ അവിടെ ഉണ്ട് എന്ന് നമ്മുടെ കമ്പൈലറിന് മനസ്സിലാക്കി കൊടുക്കണം. ഈ ഒരു രീതിയിലാണ്, അല്ലെങ്കിൽ ഈ ഒരു അവസരത്തിലാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുമ്പോൾ അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതാണ് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. എന്താണ് പ്രോട്ടോടൈപ്പ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ടെൽസ് ദി റിട്ടേൺ ടൈപ്പ് ഓഫ് ദി ഡാറ്റ ദാറ്റ് ദി ഫംഗ്ഷൻ വിൽ റിട്ടേൺ. നമ്മുടെ ഫംഗ്ഷൻ്റെ ഡാറ്റ ടൈപ്പ് ഏതാണോ ആ ഡാറ്റ ടൈപ്പ് ഏതാണെന്ന് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൽ ഉണ്ടായിരിക്കും. സെക്കൻഡ്ലി, ഇറ്റ് ടെൽസ് ദി നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് പാസ് ടു ദ ഫംഗ്ഷൻ. ആർഗ്യുമെന്റ്സ് എന്തെങ്കിലും നമ്മൾ ആ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൽ ഉണ്ടായിരിക്കും. തേർഡ് വൺ, ഇറ്റ് ടെൽസ് ദി ഡാറ്റ ടൈപ്സ് ഓഫ് ഈച്ച് ഓഫ് ദി പാസ്ഡ് ആർഗ്യുമെന്റ്സ്. അതായത് നമ്മൾ പാസ് ചെയ്യുന്ന ഓരോ ആർഗ്യുമെന്റ്സിനും ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ടാവുമല്ലോ, ആ ഡാറ്റ ടൈപ്പ് ഏതാണെന്നും പ്രോട്ടോടൈപ്പ് ഓഫ് ഫംഗ്ഷൻ നമ്മുടെ കമ്പൈലറിന് പറഞ്ഞു കൊടുക്കുന്നു. ഫോർത്ത് വൺ, ഇറ്റ് ഓൾസോ ടെൽസ് ദി ഓർഡർ ഇൻ വിച്ച് ആർഗ്യുമെന്റ്സ് ആർ പാസ് ടു ദ ഫംഗ്ഷൻ. അതായത് ഏത് ഓർഡറിലാണ് നമ്മുടെ ആർഗ്യുമെന്റ്സ് നമ്മൾ ആ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത് അതും നമ്മുടെ ഫംഗ്ഷൻ പറഞ്ഞു കൊടുക്കുന്നു. പ്രോട്ടോടൈപ്പ് ഓഫ് ഫംഗ്ഷന് തന്നെയാണ് നമ്മൾ സിഗ്നേച്ചർ ഫംഗ്ഷൻസ് എന്ന് പറയും. ഡാറ്റ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെന്റ് ലിസ്റ്റ്. ഉദാഹരണമായിട്ട് വോയിഡ് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ആണെങ്കിൽ ഫംഗ്ഷൻ ആർഗ്യുമെന്റ്സ് ഒന്നും നമ്മൾ പാസ് ചെയ്യുന്നില്ല. മാത്രമല്ല ഇതിൻ്റെ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് വോയിഡ് ആണ്. അതായത് ഈ ഫംഗ്ഷൻ വാല്യൂസ് ഒന്നും നമുക്ക് റിട്ടേൺ ചെയ്യുന്നില്ല. അതേസമയം ഇവിടെ നോക്കൂ, ഇൻഡ് ഡിസ്പ്ലേ, ഇൻഡ് എ, ഇൻഡ് ബി. അതായത് ഇൻഡിജർ ഡാറ്റ ടൈപ്പ് ആണ് ഈ ഫംഗ്ഷൻ്റെ. അതായത് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഈ രണ്ടാമത്തെ ഫംഗ്ഷൻ ടാസ്ക് പെർഫോം ചെയ്ത ശേഷം ഒരു ഇൻറ്റിജർ വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്. മാത്രമല്ല രണ്ട് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് ആണ് അവർ ആർഗ്യുമെന്റ്സ് ആയിട്ട് അവിടെ പാസ് ചെയ്യുന്നത്. ഫംഗ്ഷൻ ഡെഫിനിഷൻ നമ്മുടെ മെയിൻ ഫംഗ്ഷന് ശേഷമാണ് എഴുതുന്നതെങ്കിൽ നമ്മൾ എന്തായാലും അവിടെ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഉപയോഗിച്ചിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഈ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഉപയോഗിക്കുന്നത് എന്നാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോഗ്രാം തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് സം കാണുന്നതിനുള്ള പ്രോഗ്രാം, രണ്ട് നമ്പേഴ്സിൻ്റെ സം കാണുന്നതിനുള്ള പ്രോഗ്രാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ പ്രോഗ്രാമിൻ്റെ ഹെഡർ ഫയൽ, ദെൻ യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ്, അതിനുശേഷം ഇൻറ്റ് സം, ഇൻറ്റ് കോമ ഇൻറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഉപയോഗിച്ചത്. അതായത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് പ്രോഗ്രാം ഡെഫിനിഷന് ശേഷമാണ് അല്ലേ. ഇൻറ്റ് സം ഓഫ് എ ബി എസ് ഈക്വൽ ടു എ പ്ലസ് ബി റിട്ടേൺ എസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡെഫിനിഷൻ നമ്മൾ എഴുതിയത് മെയിൻ ഫംഗ്ഷന് ശേഷമാണ്. പക്ഷേ ആ മെയിൻ ഫംഗ്ഷന് മുൻപിലായിട്ട് നമ്മൾ ആദ്യം തന്നെ എന്ത് പറഞ്ഞു കൊടുത്തു? സം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓൾറെഡി നമ്മൾ ഡിക്ലെയർ ചെയ്തു. അതായത് സം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് ആണ്. അതായത് ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആർഗ്യുമെന്റ്സ് ഇൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള രണ്ട് ആർഗ്യുമെന്റ്സ് ആണ് നമ്മളിവിടെ പാസ് ചെയ്യുന്നത്.
റിസൾട്ട് ഈക്വൽ ടു സം ഓഫ് എ ബി എന്ന് പറയുന്ന സ്റ്റെപ്പിൽ എത്തുമ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ പോലെ സം വാസ് നോട്ട് ഡിക്ലെയർഡ് ഇൻ ദ സ്കോപ്പ് എന്ന് പറയുന്ന എറർ നമുക്കിവിടെ ലഭിക്കില്ല. കാരണം സം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓൾറെഡി നമ്മൾ നമ്മുടെ പ്രോഗ്രാമിന് മുൻപ് തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സം എന്ന് പറയുന്ന ഫംഗ്ഷൻ അവിടെ ഉണ്ട് എന്ന് കമ്പൈലറിന് ക്ലിയർ ആവും. മനസ്സിലായല്ലോ? അപ്പോൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഒപ്പം ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്